വലിപ്പത്തിന്റെയും രോമത്തിന്റെയും പ്രത്യേകതകൾ അനുസരിച്ച് ഡേഷ് ഹുണ്ട് 3 തരമുണ്ട്. കുറിയ രോമത്തോടുകൂടിയവയാണ് സർവ്വസാധാരണം. ചുരുണ്ട രോമമുള്ളതും നീളൻ രോമമുള്ളതുമായ ഇനങ്ങൾ പ്രത്യേകമായി ബ്രീഡ് ചെയ്ത് വളർത്തിയെടുത്തവയാണ്. സാധാരണയായി 12 മുതൽ 22 സെന്റിമീറ്റർ വരെയാണ് ഇവയുടെ ഉയരം. ഏറ്റവും വലിപ്പം കുറഞ്ഞ ടോയ് ഇനങ്ങൾക്ക് തൂക്കം 4 കിലോ. സാധാരണ ശരീരവലിപ്പമുള്ളവയ്ക്ക് 9 കിലോ വരെ തൂക്കം വയ്ക്കും. എല്ലാത്തിന്റെയും ശരീരഘടന ഒന്നുപോലെയാണ്. മുഖം നീണ്ടുമെലിഞ്ഞതാണ്. മൂക്കിന് കറുത്ത നിറമോ കടുത്ത തവിട്ടു നിറമോ ആയിരിക്കും. നാസാഗ്രം കൂർത്തിരിക്കും. മൂക്കിന്റെ അറ്റം മുതൽ കണ്ണുവരെയും കണ്ണുമുതൽ ഉച്ചിവരെയും തുല്യനീളമായിരിക്കും. കണ്ണുകൾ കറുത്തതോ തവിട്ടുനിറത്തിലോ കാണപ്പെടും. അധികം വലിപ്പമുള്ളവയല്ല കണ്ണുകൾ. സാധാരണയിൽ കവിഞ്ഞ് അവ പുറത്തേക്ക് തള്ളി നിൽക്കുന്നവയല്ല. തിളക്കമുള്ളതും ബുദ്ധികൂർമ്മത തോന്നിപ്പിക്കുന്നതുമാണ് ഡേഷ് ഹുണ്ടിന്റെ കണ്ണുകൾ. ചെവികൾ നീണ്ട് ഞാന്ന് മുഖത്തോട് ഒട്ടിക്കിടക്കും. ഓടുമ്പോഴും നടക്കുമ്പോഴും ഇവ നല്ല ഭംഗിയിൽ ആടുന്നത് കാണാൻ ശേലാണ്. 2 ചെവികളും താടിയെല്ലിനോട് ചേർത്ത് പിടിച്ചാൽ അവ കോമ്പല്ലിനേക്കാൾ താഴ്ന്നിരിക്കണമെന്നതാണ് ഡേഷ് ഹുണ്ടിന്റെ കൃത്യമായ ലക്ഷണം. താടിയെല്ലിനേക്കാൾ താഴ്ന്നിരിക്കുന്ന ചെവികൾ ലക്ഷണമൊത്തവയല്ല. ചെറിയ മൃഗങ്ങളെയും പക്ഷികളെയും കണ്ടാൽ അപ്പോൾ തന്നെ ഇവ ചാടിപ്പുറപ്പെടും. ദുരന്നു ചെന്ന് മാളത്തിലുള്ളവയെ പിടിക്കാനും മിടുമിടുക്കർ. കീഴ്ത്താടിയും പല്ലുകളും ബലിഷ്ഠങ്ങളാണ്. ഇവയ്ക്ക് സാധാരണയായി 42 പല്ലുകൾ ഉണ്ടാകാറുണ്ട്. ഉളിപ്പല്ലുകൾ ഒരേ നിരപ്പിൽ കൂട്ടിച്ചേർന്നു നിൽക്കണം. കീഴ്ത്താടിയുടെ നീളക്കൂടുതലോ കുറവോ മൂലം ക്രമം തെറ്റി നിൽക്കുന്ന പല്ലുകൾ ജന്മനാലുള്ള വൈകൃതമായി കണക്കാക്കുന്നു. ചുണ്ടുകൾ ഒരേ നിരപ്പിൽ തന്നെയായിരിക്കണം. ശരീരമാസകലം തവിട്ടുനിറം, ചെമപ്പു കലർന്ന തവിട്ടുനിറം, കറുപ്പ്, കൈകാലുകൾക്ക് മാത്രമായി തവിട്ടുനിറം എന്നിങ്ങനെയാണ് കാണുന്നത്. അപൂർവമായി മഞ്ഞനിറത്തിലുള്ളവയും വരയന്മാരെയും കാണാറുണ്ട്. കഴുത്തിന്റെ താഴെ അടിഭാഗത്തായി ചെറിയ വെളുത്ത പാണ്ട് അനുവദനീയമാണ്. വലിയ വെളുത്ത പാണ്ടോ കൂടുതൽ വെള്ളനിറമോ ഇവയ്ക്ക് അനുയോജ്യമല്ല. ബ്രഷ് ചെയ്താൽ ഇവയുടെ രോമം വെൽവറ്റ് പോലെ തിളങ്ങും. ചുരുണ്ട മുടിയുള്ളവയ്ക്ക് താടിമീശ അലങ്കാരമാണ്. ഏതു നിറത്തിലുള്ളവയെ ഇണചേർത്താലും കുട്ടികളുടെ നിറം എപ്രകാരമായിരിക്കുമെന്ന് പറയാൻ സാധിക്കില്ല. രോമം കുറവുള്ളവയെ വളർത്താൻ വളരെ എളുപ്പമാണ്. ഒരു ടവൽ കൊണ്ട് തുടച്ചെടുത്താലും മതി. എന്നാൽ രോമമുള്ളവയെ നന്നായി ബ്രഷ് ചെയ്യണം. അതിനനുസരിച്ച് ഭംഗി കൂടും. കൂടുതൽ സുന്ദരന്മാരും സുന്ദരികളുമാണ് ഇവ. ആൺനായ്ക്കളാണ് പെൺപട്ടികളേക്കാൾ കൂടുതൽ സ്നേഹപ്രകടനത്തിലും കളിയിലും മുന്നിൽ. വലിപ്പത്തിലും തൂക്കത്തിലും ആണ് നായ്ക്കളാണ് മുന്നിൽ. അധികം തണുപ്പും ചൂടും ഡേഷ് ഹുണ്ടിന് ഇഷ്ടമില്ല. വളരെ സ്നേഹമുള്ളവയാണ് ഈ ഇനം. 12 മുതൽ 16 വയസ്സ് വരെ ആയുസ്സുണ്ട്. Please like Agro Farm channel and subscribe.